പഴം വെച്ചിട്ടുള്ള വിഭവങ്ങളെല്ലാം ഒട്ടുമിക്ക എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നതും കൂടി ആകുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം 2 കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒരു 2 ഏലക്കായുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരുവും 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരിച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മാവ് നല്ല തിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ പാല് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടിയതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ആവിയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ഓരോ പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വരും. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പം പോലുള്ള ഐറ്റമാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.